നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ കഥകളുടെ 18ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണങ്ങൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് തൻ്റെ ഭക്തരെ ഉപദ്രവിക്കുന്ന തമ്പുരാൻ്റെ ഭവനം ചാത്തൻ ദഹിപ്പിക്കുകയാണ്. അപ്പോൾ ഗിരിദ്രാണി വനത്തിൽ ഇന്ന് കാനനോത്സവമാണ്. നാടുനീങ്ങിയ ശോടീര്യ രാജാവിൻ്റെ ജന്മദിനമാണ്. വനമഹോത്സവമായി ആഘോഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പുത്രനും ഇപ്പോഴത്തെ രാജാവുമായ വീരപാണ്ഡ്യൻ തീരുമാനിച്ചത്. പിതാവിനോടുള്ള ബഹുമാനത്തിലുപരി തൻ്റെ കഴിവും തൻ്റെ ഇടവും കാട്ടുവാസികളുടെ വീറും കരുത്തും ആത്മധൈര്യവും പ്രദർശിപ്പിക്കുക എന്നതും രാജാവിൻ്റെ ലക്ഷ്യമായിരുന്നു. ഊളിക്കുന്നൻ വനത്തിൻ്റെ അതിരിനോട് തൊട്ടുകിടക്കുന്ന പൂർവ്വദിക്കിലാണ് ഗിരിദ്രാണി വനം. അപ്പോൾ പുകയിലക്കാടെന്ന് പറഞ്ഞാലും തെറ്റില്ല. വനത്തിലേറെയും പുകയില കൃഷിയാണ്. രാജ്യത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സും പുകയില തന്നെ. അതുകൊണ്ടാകാം വനാതിർത്തി മുതൽ മത്സരങ്ങൾ നടക്കുന്ന മൈതാനം വരെ പുകയിലകൾ കൊണ്ട് തോരണങ്ങളാണ്. വീരപാണ്ഡ്യൻ രാജാവ് ദുർവാശിക്കാരനാണ്. ദുരാഗ്രഹിയും ധിക്കാരിയും സ്വാർത്ഥനും കൂടിയാണെന്ന് വിശേഷിപ്പിച്ചാലേ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ സ്വഭാവത്തിനനുസരിച്ചുള്ള മത്സരങ്ങൾ തന്നെയാണ് അവിടെ അരങ്ങേറാൻ പോകുന്നതും. ഗജമേള, പുലിക്കളി, കേസരിമേള എന്നിവയൊക്കെയുണ്ട്. സിംഹം, ആന, പുലി എന്നീ വന്യമൃഗങ്ങളെ വേദനിപ്പിച്ച് പ്രകോപിപ്പിക്കുകയാണ് സംഘാടകർ. ക്രൂരമൃഗങ്ങളോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്ന യുവയോദ്ധാക്കൾ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് ഈ മത്സരത്തെ കാണുന്നത്. അപ്പോൾ ചടങ്ങുകളിലെ പ്രധാന അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് മലയ രാജാവ് മരത്തൻ്റെ മന്ത്രിയെയാണ്. മന്ത്രിയും അനുയായികളും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ മത്സരം വീക്ഷിക്കാൻ കൂളിക്കുന്നൻ വനരാജാവിൻ്റെ മന്ത്രിയെ തന്നെ ക്ഷണിച്ചതിലും വീരപാണ്ഡ്യ രാജാവിന് എന്തോ ഒരു ഗൂഢോദ്ദേശമുണ്ടെന്ന് അനുയായികൾക്ക് സംശയമുണ്ടായിരുന്നു. എവിടെയോ ഒരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട്. യുവരാജാവ് മത്സരാർത്ഥികൾക്ക് ആശംസ അർപ്പിക്കാൻ വേദിയിലേക്ക് എത്തുകയാണ്. ആർപ്പുവിളിയോടെ കാട്ടുവാസികൾ രാജാവിനെ സ്വീകരിച്ചു. പച്ചപ്പുകയിലെ മാലകൾ അണിയിച്ച് വനപ്രമുഖർ അദ്ദേഹത്തെ ആദരിച്ചു. വീരപാണ്ഡ്യൻ എല്ലാവരുടെയും നേരെ കൈകൾ വീശി. ആഹ്ലാദഭരിതനായി വീരപാണ്ഡ്യ രാജാവ് വേദിയിലേക്ക് വന്നു. മത്സരത്തിൽ പങ്കെടുത്തവരെയും പ്രേക്ഷകരായി എത്തിയവരെയും കലവറയില്ലാതെ അഭിനന്ദിച്ചു. കരുത്തരായ ചുണക്കുട്ടികൾ നിറഞ്ഞ നമ്മുടെ ഗിരിദ്രാണി വനം കായിക മേഖലയിൽ ഒന്നാമതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. എല്ലാ നിലയിലും ഈ വനം ഒന്നാമതാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. വനഭംഗിയിലും ആ ഒന്നാം സ്ഥാനം നിലനിർത്താനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണമുണ്ടെങ്കിൽ അത് ക്ഷിപ്രസാധ്യമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഏക പോരായ്മ നമുക്കൊരു പുഴയോ നദിയോ ഇല്ലെന്നുള്ളത് മാത്രമാണ്. നമ്മുടെ വനഭംഗി. ആകാശമാർഗത്തിലൂടെ പോകുന്ന ദേവന്മാർ താഴേക്ക് നോക്കിയാൽ അമ്പരന്ന് പോകണം. ഗിരിദ്രാണി വനത്തിനിടെ വെള്ളി എരിഞ്ഞാണം പോലെ നിറഭംഗിയോടെ അതങ്ങനെ ഒഴുകുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. സ്വർഗം നാണിക്കുന്ന ആ ഭംഗി നമുക്ക് സ്വന്തമാക്കണം. അതാണ് എൻ്റെ ഇനിയത്തെ സ്വപ്നം. അതെങ്ങനെ സാധിക്കുമെന്നാണ് നിങ്ങളുടെ ആലോചനയെന്ന് നിങ്ങളുടെ മുഖത്ത് നിന്ന് നാം വായിക്കുന്നു. ധീരരും കരുത്തരുമായ നിങ്ങളെല്ലാം എനിക്കിപ്പോൾ ഉണ്ടായാൽ ബാക്കി നമുക്ക് വിട്ടു തന്നേക്കുക. കൂളിക്കുന്നൻ വനത്തിലെ മരത്തൻ രാജാവ് സമ്മതിക്കുകയാണെങ്കിൽ കാതങ്ങൾക്കകലെയാണെങ്കിലും കൂളിയാറിനെ നമുക്കിവിടേക്ക് കൊണ്ടുവരാം. കൂളിയാറിൻ്റെ ഗതി മാറ്റി ഗിരിദ്രാണി വനത്തിനൊരു പ്രദക്ഷിണം വെച്ച് ഒഴുകട്ടെ. പുഴ നമ്മുടെ അതിരുകളാവട്ടെ. വീരപാണ്ഡ്യൻ്റെ സംസാരം സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന മരത്തരാജാവിൻ്റെ മന്ത്രിക്ക് പെട്ടെന്ന് ആ കെണി പിടികിട്ടി. തന്നെ ഗിരിദ്രാണി രാജാവ് മുഖ്യ അതിഥിയാക്കിയതിൻ്റെ പിന്നിലെ കെണി. മന്ത്രി പൊടുന്നനെ വേദിയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. സാധ്യമല്ല, അത് സാധ്യമല്ല. ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമാണ് രാജാവേ അങ്ങയുടേത്. മന്ത്രിക്കൊപ്പം അനുയായികളും എഴുന്നേറ്റ് കഴിഞ്ഞു. അവർ വേദി വിട്ടിറങ്ങി. കൂളിയാർ സ്വന്തം വനത്തിലേക്ക് എത്തിച്ച് മോടി കൂട്ടുക എന്നതൊരു ആഗ്രഹം മാത്രമല്ല, ദുരാഗ്രഹം തന്നെയായിരുന്നു. സ്വാർത്ഥനും ധിക്കാരിയുമായ കാട്ടുരാജാവിൻ്റെ കാട്ടുനീതി.
കൂളിക്കുന്നൻ കാനനത്തിന്റെ ഉത്തരഭാഗത്തു നിന്ന് ദക്ഷിണഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൂളിയാറിന്റെ ഗതി കിഴക്കു ദിക്കിലേക്ക് തിരിച്ചുവിട്ട് ഗിരിദ്രാണി വനത്തിന്റെ 4 അതിരുകളാക്കി ഒഴുക്കുക. കൂളിക്കുന്നൻ വനത്തിലേക്ക് സർവ്വസന്നാഹങ്ങളോടും കൂടി ഗിരിദ്രാണി രാജാവിന്റെ പടയാളികൾ പുറപ്പെടുകയായി. പുഴ വെട്ടേണ്ട സ്ഥലങ്ങളിലെ വൃക്ഷങ്ങൾ മുറിഞ്ഞു വീണു തുടങ്ങി. മണ്ണിൽ തൂമ്പകൾ വീഴുന്ന ശബ്ദം മുഴങ്ങി. ഒന്നല്ല, നൂറുകണക്കിന് തൂമ്പകൾ മണ്ണിൽ വീഴുന്നു. ഒരു നിമിഷവും കളയാതെ ഓരോരുത്തരും ഓരോ പ്രവൃത്തികളിൽ വ്യാപൃതരായിരുന്നു. 4 നാഴിക കൊണ്ട് അരനാഴിക ദൂരം കിഴക്കു ദിക്കിലേക്ക് പുഴ വെട്ടിക്കഴിഞ്ഞു. വനാതിർത്തിയിൽ ഗിരിദ്രാണി വനത്തിലെ രാജഭടന്മാർ പുഴ നിർമ്മാണം ആരംഭിച്ച വിവരമറിഞ്ഞ് മലയ രാജാവായ മരത്തിന്റെ മന്ത്രി ആയുധധാരികളായ അനുയായി സംഘത്തോടൊപ്പം കൂളിയാറിൻ തീരത്ത് കുതിച്ചെത്തി. "നിർത്തൂ, നിങ്ങളുടെ ജോലികൾ നിർത്തൂ, കടന്നു പോകൂ ഇവിടെ നിന്ന്!" മരത്തിന്റെ മന്ത്രി ഇങ്ങനെ ആക്രോശിച്ചു. "പോകാൻ വന്നവരല്ല ഞങ്ങൾ, കൊണ്ടുപോകാൻ വന്നവരാണ്. ഉദ്ദേശിച്ചു വന്ന കാര്യം സാധിക്കാതെ മടങ്ങിയ ചരിത്രം വീരപാണ്ഡ്യ രാജാവിന്റെ പടയാളികൾക്കുണ്ടായിട്ടില്ല." തികച്ചും ശാന്തനായിട്ടാണ് പാണ്ഡ്യന്റെ മന്ത്രിയുടെ പ്രതികരണം. മലയരാജാവും മരത്തനും അനുയായികളും വീരപാണ്ഡ്യനെ കാണാനും ചർച്ച നടത്താനുമായി ചെന്നു. അപ്പോൾ അവരെ ബഹുമാനപൂർവ്വം അദ്ദേഹം സ്വീകരിച്ചിരുത്തി. എല്ലാ പണികളും നിർത്തിവെച്ച് നിങ്ങൾ ഇന്നു തന്നെ തിരിച്ചു പോകണമെന്ന് മരത്തൻ വീരപാണ്ഡ്യനോട് ആവശ്യപ്പെട്ടു. "കഴിയില്ല രാജൻ, ഇത് ഞങ്ങളുടെ ആവശ്യമാണ്, അഭിമാനമാണ്," വീരപാണ്ഡ്യൻ പറഞ്ഞു. "ശ്രീ പരമേശ്വരനും പാർവതീദേവിയും നീരാടി പവിത്രമായ ഈ കൂളിയാറിനെ എന്തിനാണ് താങ്കൾ വികലമാക്കുന്നത്?" മരത്തൻ ചോദിച്ചു. "വികലമാക്കുകയോ? ഒരിക്കലുമില്ല രാജൻ. അതിന് കുറെ കൂടി സൗന്ദര്യമുണ്ടാക്കാനും പ്രശസ്തി സമ്പാദിക്കാനുമാണ് എൻ്റെ ശ്രമം. എത്രയോ കാതം അകലെയാണ് ഗിരിദ്രാണി വനം. അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ ഈ കൂളിയാറിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞങ്ങളുടെ ഗിരിദ്രാണി വനത്തിന് ചുറ്റും കൂളിയാർ ഒഴുകും. എത്ര ഭംഗിയായിരിക്കും ഞങ്ങളുടെ വനത്തിന്! ലോകമുള്ള കാലത്തോളം വീരപാണ്ഡ്യ രാജാവിൻ്റെ പേര് നിലനിൽക്കാൻ ഇതൊന്നു മാത്രം മതി. താങ്കളുടെ പിതാവ് ശോഢീര്യ പാണ്ഡ്യനെ എനിക്കറിയാം. അദ്ദേഹം നന്മയുള്ളവനും സമാധാനപ്രിയനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെയാണോ നിങ്ങൾ?" മലയരാജാവ് ചോദിച്ചു. വീരപാണ്ഡ്യന്റെ മുഖം കറുത്തു. "ആക്ഷേപിക്കുകയാണോ നിങ്ങൾ? ഇറങ്ങിപ്പോകൂ എൻ്റെ മുന്നിൽ നിന്ന്. ഇല്ലെങ്കിൽ ഇയാൾ വൃദ്ധനാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല." ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് വീരപാണ്ഡ്യൻ അലറി. "ആ വൃദ്ധനെ നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. അതിനുള്ള കരുത്ത് നിങ്ങൾ ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു." മരത്തന്റെ സേനാനായകൻ വീരപാണ്ഡ്യനെ പുച്ഛിച്ചു. വീരപാണ്ഡ്യൻ ആയുധമെടുത്ത് പടനായകനെ വളഞ്ഞു. ഗിരിദ്രാണി വനത്തിലെ യോദ്ധാക്കൾ പോർവിളിയുമായി ചാടി വീണു. യുദ്ധം ആരംഭിച്ചു. കൂളിക്കുന്നൻ വനത്തിലെ പടയാളികളുടെ ശിരസുകൾ ഒന്നൊന്നായി അറ്റുവീണു. യുദ്ധം മൂർച്ഛിക്കുമ്പോൾ പുഴ വെട്ടുന്നവർ അനുസ്യൂതം അത് തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ പോയാൽ വൈകാതെ കൂളിക്കുന്നൻ വനത്തിലെ പോരാളികളെല്ലാം യമലോകം പോകും. ഗിരിദ്രാണി വനയോദ്ധാക്കളിൽ ഒരാൾ മലയരാജാവ് മരത്തിന്റെ നേരെ ആയുധം വീശി. മലയരാജാവിന് തക്ക സമയത്ത് ഒഴിയാൻ കഴിഞ്ഞതിനാൽ ജീവാപായം ഉണ്ടായില്ല. പൊടുന്നനെ വീരപാണ്ഡ്യന്റെ യോദ്ധാക്കൾ മലയരാജാവിനെ വളഞ്ഞു. അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. എന്നിട്ട് വീരപാണ്ഡ്യന്റെ മുന്നിലെത്തിച്ചു. പുഴ വെട്ടാൻ അനുവദിച്ചാൽ നിരുപാധികം വിട്ടയക്കാമെന്നും അല്ലെങ്കിൽ ശിരച്ഛേദം നടത്തുമെന്നും അരനാഴികയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും വീരപാണ്ഡ്യൻ പറഞ്ഞു. അത് കേട്ട് മരത്തന്റെ സൈന്യാധിപനും അവശേഷിച്ച ഭടന്മാരും നടുങ്ങി. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണ് വീരപാണ്ഡ്യൻ. "എൻ്റെ ചാത്ത, നിന്റെ മുത്തച്ഛൻ അപകടത്തിലാണ്. നീ സ്ഥലത്തില്ലാതെ പോയല്ലോ. നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ." സേനാനായകൻ മനസ്സിലിങ്ങനെ വിചാരിച്ച് ചാത്തനെ വിളിച്ചു. ചാത്തൻ ഗുരുകുലത്തിലായിരുന്നു അപ്പോൾ. 2 ദിവസമേ ആയുള്ളൂ ചാത്തൻ അവിടേക്ക് പോയിട്ട്. ഗുരുദക്ഷിണയും നൽകി ഗുരുവിനെ വിട്ട് പിരിഞ്ഞിട്ട് 2 വർഷത്തോളം കടന്നുപോയിരിക്കുന്നു. ഗുരുവിനെ ഒന്ന് കാണാൻ ചാത്തന് ആഗ്രഹമുണ്ടായി. ഗുരുവിനും അവനെ കാണാൻ ധൃതിയായിരുന്നു. പഠിച്ചു താമസിച്ച ഗുരുകുലത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ ചാത്തന് താല്പര്യം തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരും അവിടെ ഇപ്പോൾ ഇല്ലെങ്കിലും ആ വളപ്പിലൂടെ ഒരിക്കൽ കൂടി ഒന്ന് നടക്കാം. ഗുരുവിൻ്റെ പുതിയ ശിഷ്യരെ കാണാം. ഒപ്പം പഠിച്ചു പിരിഞ്ഞ കൂട്ടുകാരെ പറ്റി വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ചാത്തൻ ഗുരുകുലത്തിലെത്തിയപ്പോൾ 2-3 സഹപാഠികൾ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഗുരു വിളിച്ചതാണ് അവരെ. അവർ പഴയ കളരിമുറിയിൽ ഒരുമിച്ചിരുന്ന് ഓരോരോ കഥകൾ പറഞ്ഞിരിക്കുമ്പോഴാണ് അവൻ്റെ 6ാം ഇന്ദ്രിയം മനസ്സിൽ തൊട്ടുണർത്തിയത്. തൻ്റെ സാന്നിധ്യം ആവശ്യമായ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. എന്തായിരിക്കും അത്? ഇപ്പോൾ തിരിച്ചെത്താമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്കിറങ്ങിയ ചാത്തൻ ഗുരുകുലം മുറ്റത്തെ അരയാൽ മരച്ചുവട്ടിൽ ധ്യാനത്തോടെ ജ്ഞാനദൃഷ്ടി തുറന്നു. തൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചത് ആരാണ്? ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് ചാത്തൻ സ്തബ്ധനായി. അല്പനേരത്തിനുള്ളിൽ മുത്തച്ഛൻ്റെ ശിരസ് അറുത്ത് വീഴാൻ പോകുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തച്ഛൻ നിസ്സഹായനായി നിൽക്കുന്നു. ഒരു ഞൊടി നേരം കൊണ്ട് ചാത്തന് കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഓഹോ, ഗിരിദ്രാണി രാജാവ് വീരപാണ്ഡ്യന് ഇത്രയേറെ ധാർഷ്ട്യമോ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. തൽക്കാല ശത്രുക്കളെ ഓടിക്കാം, ബാക്കി പിന്നെ.
അവൻ നിലത്ത് വീണ് കിടന്ന പഴുത്ത ഒരാലില കയ്യിലെടുത്തു. ഇല വലതു കൈയിൽ വെച്ച് ഒരു നിമിഷം ധ്യാനിച്ചു. പിന്നെ ആ ഇല അന്തരീക്ഷത്തിലേക്ക് ഊതിപ്പറപ്പിച്ചു. ആ ഇല കൊടുങ്കാറ്റായി കൂളിക്കുന്നൻ മനത്തിലെത്തി. മരശാഖികൾ കാറ്റത്തുലഞ്ഞു. പിന്നെ ഭ്രാന്തമായി വിറച്ചു. ശക്തമായ ചൂളം വിളി. ചെറുസസ്യങ്ങൾ പാടെ പിഴുതെറിയപ്പെട്ടു. ചില മരങ്ങൾ കടപുഴകി പുഴയ്ക്ക് വേണ്ടി നിർമ്മിച്ച കിടങ്ങിന് ഇരുവശവും കൂട്ടിയിട്ടിരുന്ന മണ്ണ് അത്രയും കിടങ്ങിലേക്ക് തിരിച്ചു വീണു. അരനിമിഷം കൊണ്ട് ഗൃദ്രാണി ഭടന്മാർ നിർമ്മിച്ച കിടങ്ങ് അവിടെ ഇല്ലാതായി. അവരുടെ ഭടന്മാരുടെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. പലരും അടിതെറ്റി വീണു. ചിലരാവട്ടെ അകലേക്ക് തെറിച്ചു വീണു. വീരപാണ്ഡ്യ ഭടന്മാർക്ക് യുദ്ധം ചെയ്യാനെന്നല്ല, നിൽക്കാൻ പോലും കഴിയുന്നില്ല. ആയുധങ്ങൾ അകലേക്ക് പറന്നു പോകുന്നു. ആ കാഴ്ചയ്ക്ക് പിന്നാലെ ചാത്തൻ കൈക്കുടന്നയിൽ ഒരു കൂമ്പിൽ വെള്ളമെടുത്ത് ധ്യാനിച്ച് ആകാശത്തേക്കെറിഞ്ഞു. കൂളിക്കുന്നൻ വനത്തിൽ ഘോരമാരിയായി അത് ചെന്ന് വർഷിക്കാൻ തുടങ്ങി. അനുനിമിഷം കനക്കുന്ന പേമാരി. വനത്തിൽ പെയ്ത ഓരോ തുള്ളി മഴയ്ക്കൊപ്പവും ഓരോ ചൊറിയൻ പുഴു കൂടി പൊഴിയാൻ തുടങ്ങി. അവ വീരപാണ്ഡ്യൻ്റെയും പടയാളികളുടെയും ശരീരത്തിൽ പറ്റിപ്പിടിച്ചു. അസഹ്യമായ ചൊറിച്ചിൽ ആരംഭിച്ചു. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വശം കെട്ട പടയാളികൾ ആയുധങ്ങൾ പോലും വലിച്ചെറിഞ്ഞ് പായാൻ തുടങ്ങി. ആ പ്രദേശത്തു നിന്ന് രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് അവർക്ക് ബോധ്യമായി. ഓടുന്ന വഴിക്ക് വീരപാണ്ഡ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പുഴയ്ക്ക് വേണ്ടി തങ്ങൾ വെട്ടിയ കിടങ്ങിൻ്റെ പാട് പോലും അവിടെ എങ്ങും കാണാനില്ല. ഇതെന്ത് മറിമായം എന്നൊന്നും ചിന്തിക്കാൻ നേരമുണ്ടായിരുന്നില്ല. ചൊറിയാൻ തന്നെ കഴിയുന്നില്ല. കുതിരപ്പുറത്തും കുതിരയെ ഉപേക്ഷിച്ചും ഗൃദ്രാണി വനം വരെ അവർ ഓടുക തന്നെയായിരുന്നു. ചാത്തൻ ഒരു നിറപുഞ്ചിരിയോടെ ഗുരുകുലത്തിലേക്ക് നടന്നു. അപ്പോൾ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ ചാത്തൻ്റെ അതിശയോക്തി നിറഞ്ഞ കഥയുടെ 18ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും കഥകൾ കേൾക്കുക, എല്ലാവരും വിഷ്ണുമായയെക്കുറിച്ച് അറിയുക, ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് അറിയുക. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.